ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് യൂണിറ്റായ ബോൺസ് ഓഫ് ലൈഫാണ്. ബോൺസ് ഓഫ് ലൈഫ് എന്നാൽ ജീവിത ബന്ധങ്ങൾ എന്നാണ് അർത്ഥം. ദ ഗ്രേറ്റ്നെസ് ഓഫ് ഹ്യൂമാനിറ്റി ഈസ് നോട്ട് ഇൻ ബീയിങ് ഹ്യൂമൻ ബട്ട് ഇൻ ബീയിങ് ഹ്യൂമെയിൻ. മനുഷ്യനാകുന്നതിലല്ല, മനുഷ്യത്വം ഉള്ളവനാകുന്നതിലാണ് മനുഷ്യരുടെ മഹത്വം എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. ഇതിനു താഴെ പിക്ചറിൽ ഒരു പ്രായമായ ആളും ഒരു കുട്ടിയും കടൽ തീരത്ത് വളരെ സ്നേഹത്തോടു കൂടി നിൽക്കുന്നത് കാണാം. ഇവിടെ ഇവർ തമ്മിലുള്ള സ്നേഹം, കരുതൽ എന്നിവയൊക്കെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഗ്രാനി കുഡ് ഹിയർ ദ ഡിസ്റ്റന്റ് റോർ ഓഫ് ദ റിവർ ആൻഡ് സ്മെൽ ദ പൈൻ നീഡിൽസ് ആൻഡ് ഫീൽ ദ പ്രസൻസ് ഓഫ് ഹെർ ഗ്രാൻഡ്സൺ മണി. ഗ്രാനിക്ക് നദിയുടെ ശബ്ദം കേൾക്കാനും പൈൻ മരങ്ങളുടെ മണം ആസ്വദിക്കാനും അവരുടെ ചെറുമകൻ മണിയുടെ സാന്നിധ്യം അനുഭവിക്കാനും കഴിയും. ഷീ കുഡ്ന്റ് സീ ദ റിവർ ഓർ ദ ട്രീസ്. നദിയോ മരങ്ങളോ അവർക്ക് കാണാൻ കഴിയില്ല. ഷീ കുഡ് ഓൺലി മേക്ക് ഔട്ട് മണീസ് ഫസി ഹെയർ ആൻഡ് സംടൈംസ് ഹിസ് ബ്ലാക്ക്ബെറി ഐസ് ആൻഡ് ദ ഗ്ലിം ഓഫ് ഹിസ് ടീത്ത് വെൻ ഹി സ്മൈൽഡ്. മണിയുടെ മങ്ങിയ മുടിയും ചിലപ്പോൾ അവൻ്റെ ബ്ലാക്ക്ബെറി കണ്ണുകളും അവൻ പുഞ്ചിരിക്കുമ്പോൾ പല്ലുകളുടെ തിളക്കവും മാത്രമേ അവൾക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. ഗ്രാനി വോർ എ പെയർ ഓഫ് ഓൾഡ് ഗ്ലാസസ്. മുത്തശ്ശി പഴയ ഒരു കണ്ണട ധരിച്ചിരുന്നു. ഷീ ഹാഡ് ബീൻ വെയറിംഗ് ദം ഫോർ വെൽ ഓവർ 10 years. 10 വർഷത്തിലേറെയായി അവൾ അത് ധരിക്കുന്നു. ഹെർ ഐസ് ഹാഡ് ഗ്രൗൺ സ്റ്റേഡിലി വീക്കർ ആൻഡ് ദ ഗ്ലാസസ് വെർ നൗ സ്ക്രാച്ച്ഡ് ആൻഡ് സ്പോട്ടഡ്. അവരുടെ കണ്ണുകൾ ക്രമേണ ദുർബലമായി. കണ്ണടകളിൽ പോറലുകളും പാടുകളും ഉണ്ടായിരുന്നു. സോ ദർ വാസ് വെരി ലിറ്റിൽ ഷീ കുഡ് സീ ത്രൂ ദം. അതിനാൽ അവയിലൂടെ അവർക്ക് കാണാൻ കഴിയുന്നത് വളരെ കുറവായിരുന്നു. മണി ആൻഡ് ഹിസ് ഫാദർ ഫെൽറ്റ് ദാറ്റ് ഇറ്റ് വാസ് ഹൈ ടൈം ഗ്രാനി ഹാഡ് ഹെർ ഐസ് ടെസ്റ്റഡ് ആൻഡ് ഗോട്ട് ഹെർസെൽഫ് ന്യൂ ഗ്ലാസസ്. മുത്തശ്ശിയുടെ കണ്ണുകൾ പരിശോധിച്ച് പുതിയ കണ്ണട വാങ്ങേണ്ട സമയമായിട്ടുണ്ടെന്ന് മണിയും അച്ഛനും മനസ്സിലാക്കി. വെൽ യു നോ വി ക്യാൻ ഗെറ്റ് ദം ഇൻ ദ വില്ലേജ് സെഡ് ഗ്രാനി. ശരി, നമുക്ക് അവ ഗ്രാമത്തിൽ കിട്ടില്ലെന്ന് നിങ്ങൾക്കറിയാം, മുത്തശ്ശി പറഞ്ഞു. മണി സെഡ് യു വിൽ ഹാവ് ടു ഗോ ടു ദ ഐ ഹോസ്പിറ്റൽ ഇൻ മസൂറി. ദാറ്റ്സ് ദ നിയറസ്റ്റ് ടൗൺ. മണി പറഞ്ഞു, നിങ്ങൾക്ക് മസൂറിയിലെ കണ്ണാശുപത്രിയിൽ പോകേണ്ടി വരും. അതാണ് ഏറ്റവും അടുത്തുള്ള പട്ടണം. ബട്ട് ദാറ്റ്സ് എ 2-day ജേണി, പ്രൊട്ടസ്റ്റഡ് ഗ്രാനി. പക്ഷെ അത് 2 ദിവസത്തെ യാത്രയാണ്, മുത്തശ്ശി പ്രതിഷേധിച്ചു. ഗ്രാനി വാസ് ലുക്കിംഗ് ഫോർ എക്സ്ക്യൂസസ്. മുത്തശ്ശി ഓരോ കാരണങ്ങൾ തേടുകയായിരുന്നു. ഷീ ഡിഡ് നോട്ട് വാണ്ട് ടു ബി പാർട്ടഡ് ഫ്രം മണി. മണിയെ പിരിയാൻ അവൾ ആഗ്രഹിച്ചില്ല. ഹി വാസ് 11 ആൻഡ് ക്വൈറ്റ് കാപ്പബിൾ ഓഫ് ലുക്കിംഗ് ആഫ്റ്റർ ഹിംസെൽഫ്. അവന് 11 വയസ്സായിരുന്നു, സ്വയം നോക്കാൻ കഴിവുണ്ടായിരുന്നു. ബട്ട് ഗ്രാനി ഹാഡ് ബ്രോട്ട് ഹിം അപ്പ് എവർ സിൻസ് ഹിസ് മദർ ഹാഡ് ഡൈഡ് വെൻ ഹി വാസ് ഓൺലി എ ഇയർ ഓൾഡ്. പക്ഷെ അവന് 1 വയസ്സുള്ളപ്പോൾ അവൻ്റെ അമ്മ മരിച്ചതു മുതൽ മുത്തശ്ശി അവനെ വളർത്തി. ഷീ വാസ് ഹിസ് നാനി, maternal grandmother, and had cared for boy and father and the cows and hens in the household with great energy and devotion. അവൾ അവൻ്റെ നാനി, അതായത് അമ്മയുടെ അമ്മ ആയിരുന്നു. മണിയെയും അച്ഛനെയും വീട്ടിലെ പശുക്കളെയും കോഴികളെയും വളരെ ഊർജ്ജസ്വലതയോടെയും ഭക്തിയോടെയും മുത്തശ്ശി പരിപാലിച്ചു. ഐ ക്യാൻ മാനേജ് ക്വൈറ്റ് വെൽ, ഷീ സെഡ്. എനിക്ക് നന്നായി കൈകാര്യം ചെയ്യാൻ അറിയും, അവൾ പറഞ്ഞു. Now listen, said Mani's father sternly. We are not sending you off on your own. I will take you to Mussoorie. ഇനി കേൾക്കൂ, മണിയുടെ അച്ഛൻ കർശനമായി പറഞ്ഞു. നിങ്ങളെ ഞങ്ങൾ ഒറ്റയ്ക്ക് പറഞ്ഞയക്കുന്നില്ല, ഞാൻ നിങ്ങളെ മസൂറിയിലേക്ക് കൊണ്ടുപോകാം. ആൻഡ് ലീവ് മണി ഹിയർ ബൈ ഹിംസെൽഫ്. ഹൗ കുഡ് യു ഈവൻ തിങ്ക് ഓഫ് ഡൂയിങ് ദാറ്റ്? എന്നിട്ട് മണിയെ ഇവിടെ ഒറ്റയ്ക്ക് വിടണോ? നിനക്ക് എങ്ങനെ അങ്ങനെ ചെയ്യാൻ തോന്നി? ദെൻ ഐ വിൽ ടേക്ക് യു ടു മസൂറി, സെഡ് മണി ഈഗർലി. എങ്കിൽ ഞാൻ നിങ്ങളെ മസൂറിയിലേക്ക് കൊണ്ടുപോകാം, മണി ആകാംക്ഷയോടെ പറഞ്ഞു. ഐ ഹാവ് ബീൻ ടു മസൂറി ബിഫോർ വിത്ത് മൈ സ്കൂൾ ഫ്രണ്ട്സ്. ഐ നോ വെർ വി ക്യാൻ സ്റ്റേ. ബട്ട് ഞാൻ മുൻപ് മസൂറിയിൽ പോയിട്ടുണ്ട്, എൻ്റെ സ്കൂളിലെ സുഹൃത്തുക്കളോടൊപ്പം. നമുക്ക് എവിടെ താമസിക്കാമെന്ന് എനിക്കറിയാം. പക്ഷേ ഹി പോസ്ഡ് എ മൊമെൻറ്റ് ആൻഡ് ലുക്ക്ഡ് ഡൗട്ട്ഫുള്ളി ഫ്രം ഹിസ് ഫാദർ ടു ഹിസ് ഗ്രാൻഡ് മദർ. അവനൊരു നിമിഷം നിർത്തി അച്ഛനിൽ നിന്ന് മുത്തശ്ശിയിലേക്ക് സംശയത്തോടെ നോക്കി. യു വുഡൻറ്റ് ബി ഏബിൾ ടു വാക്ക് ഓൾ ദ വേ ടു നൈൻ, വുഡ് യു ഗ്രാനി? നിങ്ങൾക്ക് നൈനിയിലേക്ക് നടക്കാൻ കഴിയില്ലല്ലോ മുത്തശ്ശി. ഓഫ് കോഴ്സ് ഐ ക്യാൻ വാക്ക്, സെഡ് ഗ്രാനി. I may be going blind, but there is nothing wrong with my legs. തീർച്ചയായും എനിക്ക് നടക്കാൻ കഴിയും, മുത്തശ്ശി പറഞ്ഞു. എനിക്ക് അന്ധത വന്നേക്കാം, പക്ഷേ എൻ്റെ കാലുകൾക്കൊരു കുഴപ്പവുമില്ല.
ബട്ട് യു ആർ 70 ഗ്രാനി. പക്ഷേ മുത്തശ്ശി, നിങ്ങൾക്ക് 70 വയസ്സായി. വാട്ട് ഹാസ് ദാറ്റ് ഗോട്ട് ടു ഡു വിത്ത് ഇറ്റ്? ആൻഡ് ബിസൈഡ്സ് ഇറ്റ്സ് ഡൗൺ ഹിൽ ടു 9 ആൻഡ് അപ്പ് ഹിൽ കമ്മിങ് ബാക്ക്. അപ്പ് ഹിൽ ഈസ് ഈസിയർ സെഡ് ഗ്രാനി. അതും ഇതുമായി എന്താണ് ബന്ധം? മാത്രമല്ല 9ലേക്ക് ഇറങ്ങാനുള്ള വഴിയുമുണ്ട്. തിരിച്ചു കയറുമ്പോൾ കയറ്റം എളുപ്പമാണ്, മുത്തശ്ശി പറഞ്ഞു. Now that she knew money might be accompanying her, she was more than ready to make the journey. മണി തന്നോടൊപ്പം വരുമെന്നറിഞ്ഞതോടെ അവൾ യാത്രക്ക് തയ്യാറായിരുന്നു. While we are in Missouri, we will get some seeds and bulbs, and a new bell for the white cow, and a pullover for your father, and shoes for you. നമ്മൾ മസൂറിയിലായിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് വിത്തുകളും ബൾബുകളും ലഭിക്കും. വെളുത്ത പശുവിനൊരു പുതിയ മണിയും നിന്റെ അച്ഛനൊരു പുള്ളവറും നിനക്ക് ഷൂസും. നൗ ജസ്റ്റ് എ മിനിറ്റ്, സെഡ് മണീസ് ഫാദർ. ആർ യു ഗോയിങ് ദർ ടു ഹാവ് യുവർ ഐസ് ടെസ്റ്റഡ്, ഓർ ആർ യു ഗോയിങ് ഓൺ എ ഷോപ്പിംഗ് ട്രിപ്പ്? I have got only 100 rupees to spare. You will have to manage with that. ഒരു മിനിറ്റ്, മണിയുടെ അച്ഛൻ പറഞ്ഞു. നിങ്ങൾ അവിടെ കണ്ണ് പരിശോധിക്കാൻ പോവുകയാണോ അതോ ഷോപ്പിങ്ങിന് പോവുകയാണോ? എൻ്റെ കയ്യിൽ 100 രൂപ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മാനേജ് ചെയ്തേ പറ്റൂ. വി വിൽ മാനേജ്, സെഡ് മണി. വി വിൽ സ്ലീപ്പ് അറ്റ് ദ ബസ് ഷെൽട്ടർ. ഞങ്ങൾ മാനേജ് ചെയ്യാം, മണി പറഞ്ഞു. ഞങ്ങൾ ബസ് ഷെൽട്ടറിൽ ഉറങ്ങും. നോ വി വോണ്ട്, സെഡ് ഗ്രാനി. I have got 50 rupees of my own. We will stay at a hotel. ഇല്ല, നമ്മൾ അങ്ങനെ ചെയ്യില്ല, മുത്തശ്ശി പറഞ്ഞു. എൻ്റെ കയ്യിൽ 50 രൂപയുണ്ട്. നമ്മളൊരു ഹോട്ടലിൽ താമസിക്കും. ഏർലി നെക്സ്റ്റ് മോർണിംഗ് ഇൻ എ ലൈറ്റ് ഡ്രിസിൽ, ഗ്രാനി ആൻഡ് മണി സെറ്റ് ഔട്ട് ഓൺ ദ പാത്ത് ടു 9. പിറ്റേന്ന് അതിരാവിലെ നേരിയ ചാറ്റൽ മഴയിൽ മുത്തശ്ശിയും മണിയും 9ലേക്കുള്ള വഴിയിലൂടെ പുറപ്പെട്ടു. മണി ക്യാരിയഡ് എ സ്മോൾ ബെഡിങ് റോൾ ഓൺ ഹിസ് ഷോൾഡേഴ്സ്. മണി തോളിൽ ഒരു ചെറിയ കിടക്ക റോൾ ചുമന്നു. ഗ്രാനി ക്യാരിയഡ് എ ലാർജ് ക്ലോത്ത് ഷോപ്പിംഗ് ബാഗ് ആൻഡ് ആൻ അംബ്രല. മുത്തശ്ശി ഒരു വലിയ തുണി ഷോപ്പിംഗ് ബാഗും കുടയും ചുമന്നു. വെനെവർ യു ഫീൽ ടയേർഡ് വി വിൽ ടേക്ക് റെസ്റ്റ്, സെഡ് മണി. നിങ്ങൾക്ക് ക്ഷീണം തോന്നുമ്പോഴെല്ലാം നമുക്ക് വിശ്രമിക്കാം, മണി പറഞ്ഞു. വി ഹാവ് ഓൺലി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഔട്ട്, സെഡ് ഗ്രാനി. വി വിൽ റെസ്റ്റ് വെൻ യു ആർ ഹംഗ്രി. നമ്മൾ തുടങ്ങിയിട്ടേയുള്ളൂ, മുത്തശ്ശി പറഞ്ഞു. നിനക്ക് വിശക്കുമ്പോഴെല്ലാം നമുക്ക് വിശ്രമിക്കാം. ദേ വാക്ക്ഡ് അറ്റ് എ സ്റ്റഡി പേസ് വിത്തൗട്ട് ടോക്കിംഗ് ടു മച്ച്. അധികം സംസാരിക്കാതെ അവർ സ്ഥിരമായ വേഗതയിൽ നടന്നു. എ ഫ്ലോക്ക് ഓഫ് പാരറ്റ്സ് വേൾഡ് ഓവർഹെഡ്, ഫ്ലാഷസ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ അഗെയിൻസ്റ്റ് ദ സോംബർ സ്കൈ. ഇരുണ്ട ആകാശത്ത് ചുവപ്പും പച്ചയും നിറങ്ങളിലുള്ള മിന്നലുകളിൽ മിന്നിമറിഞ്ഞുകൊണ്ട് ഒരു കൂട്ടം തത്തകൾ തലക്കു മുകളിലൂടെ പറന്നു. ദർ വാസ് നോ അതർ സൗണ്ട്സ് എക്സെപ്റ്റ് ഫോർ ദ ഹിസ് ആൻഡ് ജെന്റിൽ പാറ്റർ ഓഫ് ദ റെയിൻ. മഴയുടെ ചൂളമടിയും മൃദുവായ ഇടിമുഴക്കവും ഒഴികെ മറ്റു ശബ്ദങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മണി സ്റ്റോപ്ഡ് ടു പിക്ക് വൈൽഡ് ബ്ലാക്ക്ബെറീസ് ഫ്രം എ ബുഷ്. മണി ഒരു കുറ്റിക്കാട്ടിൽ നിന്ന് കാട്ടു ബ്ലാക്ക്ബെറി പറിക്കാൻ തുടങ്ങി. ഗ്രാനി വാസന്റ് ഫോണ്ട് ഓഫ് ബെറീസ് ആൻഡ് ഡിഡ് നോട്ട് സ്ലാക്കൻ ഹെർ പേസ്. മുത്തശ്ശിക്ക് ബെറികൾ ഇഷ്ടമില്ലായിരുന്നു, അവളുടെ വേഗത കുറച്ചതുമില്ല. മണി ഹാഡ് ടു റൺ ടു ക്യാച്ച് അപ്പ് വിത്ത് ഹെർ. അവരോടൊപ്പം എത്താൻ മണിക്ക് ഓടേണ്ടി വന്നു. സൂൺ ഹിസ് ലിപ്സ് വേർ പർപ്പിൾ വിത്ത് ദ ജ്യൂസ് ഫ്രം ദ ബെറീസ്. താമസിയാതെ അവന്റെ ചുണ്ടുകൾ പഴങ്ങളിൽ നിന്നുള്ള നീരുകൊണ്ട് പർപ്പിൾ നിറമായി. ദ റെയിൻ സ്റ്റോപ്ഡ് ആൻഡ് ദ സൺ കെയിം ഔട്ട്. മഴ നിന്നു, സൂര്യൻ ഉദിച്ചുയർന്നു. ബിലോ ദം ദ ലൈറ്റ് ഗ്രീൻ ഓഫ് ദ ഫീൽഡ്സ് സ്റ്റോഡ് ഔട്ട് അഗൈൻസ്റ്റ് ദ ഡാർക്ക് ഗ്രീൻ ഓഫ് ദ ഫോറസ്റ്റ്സ് ആൻഡ് ദ ഹിൽസ് വെർ ബാത്ത്ഡ് ഇൻ ഗോൾഡൻ സൺഷൈൻ. താഴെ വനങ്ങളുടെ കടും പച്ചക്കെതിരെ വയലുകളുടെ ഇളം പച്ചപ്പ് വേറിട്ടു നിന്നു. കുന്നുകൾ സ്വർണ്ണ സൂര്യപ്രകാശത്തിൽ കുളിച്ചു. മണി റാൻ അഹെഡ്. മണി മുന്നോട്ടോടി. ക്യാൻ യു സീ ഓൾ റൈറ്റ് ഗ്രാനി, ഹി കോൾഡ്. മുത്തശ്ശി, നിങ്ങൾക്കെല്ലാം നന്നായി കാണുന്നുണ്ടോ, അവൻ ചോദിച്ചു. ഐ ക്യാൻ സീ ദ പാത്ത് ആൻഡ് ഐ ക്യാൻ സീ യുവർ വൈറ്റ് ഷർട്ട്. ദാറ്റ്സ് എനഫ് ഫോർ ജസ്റ്റ് നൗ. എനിക്ക് വഴി കാണാം, നിന്റെ വെള്ള ഷർട്ടും കാണാം, തൽക്കാലം അത് മതി. ഗ്രാനി ആൻഡ് മണി ate their light meal on the roadside in the shade of a whispering pine and drank from a spring. മുത്തശ്ശിയും മണിയും വഴിയരികിൽ ഒരു പൈൻ മരത്തിൻ്റെ തണലിൽ ഇരുന്നു ലഘുഭക്ഷണം കഴിച്ചു. ഒരു നീരുറവയിൽ നിന്ന് വെള്ളം കുടിച്ചു. ബൈ ലേറ്റ് ആഫ്റ്റർനൂൺ ദേ വർ ഡയറക്റ്റ്ലി അബവ് 9. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും അവർ 9-ന് മുകളിലെത്തി. വി ആർ ഓൾമോസ്റ്റ് ദർ, സെഡ് മണി. നമ്മൾ എത്താറായി, മണി പറഞ്ഞു. ഐ ക്യാൻ സീ ദ ടെമ്പിൾ നിയർ അങ്കിൾസ് ഹൗസ്. അങ്കിളിന്റെ വീടിനടുത്തുള്ള അമ്പലം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഐ ക്യാൻറ്റ് സീ എ തിങ്, സെഡ് ഗ്രാനി. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല, മുത്തശ്ശി പറഞ്ഞു. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ മിസ്റ്റ്.
ദർ ഇസ് എ തിക്ക് മിസ്റ്റ് കമ്മിങ് അപ്പ് ദ വാലി. അതിന് മൂടൽ മഞ്ഞാണ് കാരണം. താഴ്വരയിലൂടെ കട്ടിയുള്ള മൂടൽ മഞ്ഞ് വരുന്നുണ്ട്. ഇറ്റ് ബിഗാൻ റൈനിങ് ഹെവിലി ആസ് ദേ എൻറ്റേർഡ് ദ സ്മോൾ മാർക്കറ്റ് ടൗൺ ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ. നദിക്കരയിലുള്ള ചെറിയ മാർക്കറ്റ് പട്ടണത്തിലേക്ക് അവർ പ്രവേശിച്ചപ്പോൾ കനത്ത മഴ പെയ്യാൻ തുടങ്ങി. ഗ്രാനീസ് അംബ്രല്ല വാസ് ലീക്കിംഗ് ബാഡ്ലി, ബട്ട് ദേ വെർ സൂൺ ഡ്രൈയിങ് ദംസെൽസ് ഇൻ അങ്കിൾസ് ഹൗസ് ആൻഡ് ഡ്രിങ്കിങ് ഗ്ലാസസ് ഓഫ് ഹോട്ട് സ്വീറ്റ് മിൽക്കി ടീ. മുത്തശ്ശിയുടെ കുട നന്നായി ചോരുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ താമസിയാതെ അമ്മാവൻ്റെ വീട്ടിലെത്തി ചൂടുള്ള മധുരമുള്ള പാൽച്ചായയൊക്കെ കുടിച്ച് ഉണങ്ങാൻ തുടങ്ങി. മണി ഗോട്ട് അപ്പ് ഏർലി ദ നെക്സ്റ്റ് മോർണിംഗ് ആൻഡ് റാൻ ഡൗൺ ദ നാരോ സ്ട്രീറ്റ് ടു ബാത്ത് ഇൻ ദ റിവർ. പിറ്റേന്ന് അതിരാവിലെ മണി എഴുന്നേറ്റ് ഇടുങ്ങിയ പാതയിലൂടെ നദിയിലേക്ക് കുളിക്കാൻ ഓടി. ആസ് മണി ഡ്രസ്ഡ് ഹി ഹിയർഡ് ദ ബ്ലെയർ ഓഫ് എ ബസ് ഹോൺ. മണി വസ്ത്രം ധരിച്ചപ്പോൾ ബസ്സിൽ നിന്ന് ഒരു ഹോൺ മുഴങ്ങുന്ന ശബ്ദം കേട്ടു. ദർ വാസ് ഓൺലി വൺ ബസ് ടു മസൂറി. മസൂറിയിലേക്ക് ഒരു ബസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹി സ്കാമ്പേർഡ് അപ്പ് ദ സ്ലോപ്പ് വണ്ടറിങ് ഇഫ് ദേ ഹാഡ് മിസ് ഇറ്റ്. അവർക്കത് നഷ്ടമാകുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് അവൻ ചെരുവിലൂടെ ഓടി. ബട്ട് ഗ്രാനി വാസ് വെയിറ്റിംഗ് ഫോർ ഹിം അറ്റ് ദ ബസ് സ്റ്റോപ്പ്. പക്ഷേ മുത്തശ്ശി അവനെ ബസ് സ്റ്റോപ്പിൽ കാത്തിരിക്കുകയായിരുന്നു. ഷീ ഹാഡ് ഓൾറെഡി ബോട്ട് ദയർ ടിക്കറ്റ്സ്. The bus was old and rickety and rattled so much that the passengers could barely hear themselves speaking. അവൾ ഇതിനകം തന്നെ അവരുടെ ടിക്കറ്റുകൾ വാങ്ങിയിരുന്നു. ബസ് പഴയതും ചഞ്ചലവുമായിരുന്നു. യാത്രക്കാർക്ക് സംസാരിക്കുന്നത് കേൾക്കാൻ പോലും കഴിയാത്ത വിധം ബസ്സിൽ നിന്ന് ശബ്ദമുണ്ടായിരുന്നു. The driver drove at some speed and whenever he went round a bend, everyone in the bus was thrown about. ഡ്രൈവർ കുറച്ച് വേഗതയിൽ വണ്ടി ഓടിച്ചു. ഒരു വളവ് തിരിയുമ്പോഴെല്ലാം ബസ്സിലുള്ള എല്ലാവരും ചിതറിക്കിടക്കും. ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദ നോയ്സ് ആൻഡ് കൺഫ്യൂഷൻ, ഗ്രാനി ഫെൽ അസ്ലീപ്, ഹെർ ഹെഡ് റെസ്റ്റിംഗ് അഗെയിൻസ്റ്റ് മണീസ് ഷോൾഡർ. ബഹളവും ആശയക്കുഴപ്പവും ഉണ്ടായിരുന്നിട്ടും മുത്തശ്ശി ഉറങ്ങിപ്പോയി. മണിയുടെ തോളിൽ തല ചായ്ച്ചു. സഡൻലി ദ ബസ് കെയിം ടു എ ഗ്രൈൻഡിങ് ഹാൾട്ട്. പീപ്പിൾ വെർ ത്രോൺ ഫോർവേഡ് ഇൻ ദെയർ സീറ്റ്സ്. പെട്ടെന്ന് ബസ് നിന്നു. ആളുകൾ അവരുടെ സീറ്റുകളിലേക്ക് തള്ളിക്കയറി. വാട്ട്സ് ഹാപ്പനിങ് ഗ്രാനി ആസ്ക്ഡ്. ഹാവ് വി അറൈവ്ഡ്? എന്താണ് സംഭവിക്കുന്നത്? മുത്തശ്ശി ചോദിച്ചു. നമ്മൾ എത്തിയോ? നോ, സംതിങ് ഈസ് ബ്ലോക്കിംഗ് ദ റോഡ് സേഡ് മണി. ഇല്ല, റോഡിൽ എന്തോ തടസ്സമുണ്ട്, മണി പറഞ്ഞു. ഇറ്റ്സ് എ ലാൻഡ് സ്ലൈഡ് എക്സ്ക്ലെയിംഡ് സംവൺ ആൻഡ് ഓൾ ദ പാസഞ്ചേഴ്സ് പുട്ട് ദെയർ ഹെഡ്സ് ഔട്ട് ഓഫ് ദ വിൻഡോസ് ടു ടേക്ക് എ ലുക്ക്. ഒരു മണ്ണിടിച്ചിൽ ആരോ വിളിച്ചു പറഞ്ഞു. എല്ലാ യാത്രക്കാരും ജനാലകളിലൂടെ പുറത്തേക്ക് നോക്കി. ഇറ്റ് വാസ് എ ബിഗ് ലാൻഡ് സ്ലൈഡ്. എർത്ത്, ട്രീസ് ആൻഡ് ബുഷസ് ഹാഡ് ഗിവൺ വേ ആൻഡ് കം ക്രാഷിംഗ് ഡൗൺ, കംപ്ലീറ്റ്ലി ബ്ലോക്കിംഗ് ദ റോഡ്. വലിയൊരു മണ്ണിടിച്ചിലായിരുന്നു അത്. മണ്ണും മരങ്ങളും കുറ്റിക്കാടുകളും ഇടിഞ്ഞു വീണ് റോഡ് പൂർണ്ണമായും തടസ്സപ്പെട്ടു. നോർ വാസ് ഇറ്റ് ഓവർ യെറ്റ്. Debris was still falling. Many saw rocks hurtling down the hill and into the river. അത് ഇതുവരെ അവസാനിച്ചിട്ടില്ല. അവശിഷ്ടങ്ങൾ ഇപ്പോഴും വീഴുന്നുണ്ടായിരുന്നു. കുന്നിന് മുകളിലൂടെ പാറകൾ നദിയിലേക്ക് പതിക്കുന്നത് മണി കണ്ടു. നോട്ട് എ സ്യൂട്ടബിൾ പ്ലേസ് ഫോർ എ ബസ് സ്റ്റോപ്പ്, ഒബ്സർവ്ഡ് ഗ്രാനി ഹൂ കുഡന്റ് സീ എ തിങ്. ബസ് സ്റ്റോപ്പിന് പറ്റിയ സ്ഥലമല്ല. ഒന്നും കാണാൻ കഴിയാത്ത വിധം മുത്തശ്ശി നിരീക്ഷിച്ചു. ഈവൻ ആസ് ഷീ സ്പോക്ക് എ ഷവർ ഓഫ് സ്റ്റോൺസ് ആൻഡ് സ്മോൾ റോക്സ് കെയിം ക്ലാറ്ററിംഗ് ഡൗൺ ഓൺ ദ റൂഫ് ഓഫ് ദ ബസ്. അവൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ബസ്സിന്റെ മേൽക്കൂരയിൽ കല്ലുകളും ചെറിയ പാറക്കല്ലുകളും ഒരു മഴ പോലെ വന്നു പതിച്ചു. പാസഞ്ചേഴ്സ് ക്രൈഡ് ഔട്ട് ഇൻ അലാം. യാത്രക്കാർ പരിഭ്രാന്തരായി നിലവിളിച്ചു. ദ ഡ്രൈവർ ബിഗൻ റിവേഴ്സിംഗ് ആസ് മോർ റോക്സ് കെയിം ക്രാഷിംഗ് ഡൗൺ. കൂടുതൽ പാറകൾ താഴേക്ക് പതിച്ചപ്പോൾ ഡ്രൈവർ പിന്നോട്ട് ഓടിക്കാൻ തുടങ്ങി. ഐ നെവർ ഡിഡ് ട്രസ്റ്റ് മോട്ടോർ റോഡ്സ് സേഡ് ഗ്രാനി. എനിക്കൊരിക്കലും മോട്ടോർ റോഡുകളിൽ വിശ്വാസമില്ലായിരുന്നു, മുത്തശ്ശി പറഞ്ഞു. ദ ഡ്രൈവർ കെപ്റ്റ് ബാക്കിംഗ് അൺടിൽ ദേ വെർ വെൽ അവേ ഫ്രം ദ ലാൻഡ് സ്ലൈഡ്. മണ്ണിടിച്ചിലിൽ നിന്ന് ഏറെ ദൂരം എത്തുന്നതുവരെ ഡ്രൈവർ പിന്നോട്ട് പോയി. Then everyone tumbled out of the bus. പിന്നീട് എല്ലാവരും ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. They could tell it would take days to clear the road. റോഡ് വൃത്തിയാക്കാൻ ദിവസങ്ങൾ എടുക്കുമെന്ന് അവർക്ക് മനസ്സിലായി. Most of the passengers decided to return to Nain with the bus. മിക്ക യാത്രക്കാരും ബസ്സിൽ നൈനിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. But a few bold spirits agreed to walk to Mussoorie, taking a shortcut up the mountain which would bypass the landslide. എന്നാൽ ചില ധീരരായ ആളുകൾ മസൂറിയിലേക്ക് നടക്കാൻ സമ്മതിച്ചു, മണ്ണിടിച്ചിലിനെ മറികടക്കുന്ന ഒരു കുറുക്കു വഴിയിലൂടെ മല കയറാൻ. മണി ലുക്ക്ഡ് അറ്റ് ഗ്രാനി. ഷാൾ വി ഗോ ബാക്ക്? മണി മുത്തശ്ശിയെ നോക്കി. നമുക്ക് തിരിച്ചു പോയാലോ? ഇറ്റ്സ് ഓൺലി 10 miles.
സെഡ് ഗ്രാനി. വി ഡിഡ് ദാറ്റ് യെസ്റ്റർഡേ. 10 മൈൽ മാത്രമേ ഉള്ളൂ, മുത്തശ്ശി പറഞ്ഞു. നമ്മൾ ഇന്നലെ അത് ചെയ്തു. സോ ദേ സ്റ്റാർട്ടഡ് ക്ലൈംബിംഗ് എ നാരോ പാത്ത് ആൻഡ് ബൈ ദ ടൈം ദേ ഗോട്ട് ടു ദ ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ ഗ്രാനി ആൻഡ് മണി വെർ ഓൺ ദെയർ ഓൺ. അങ്ങനെ അവർ ഒരു ഇടുങ്ങിയ വഴിയിലൂടെ കയറാൻ തുടങ്ങി. മലയുടെ മുകളിൽ എത്തിയപ്പോഴേക്കും മുത്തശ്ശിയും മണിയും ഒറ്റക്കായിരുന്നു. ദയർ വില്ലേജ് വാസ് ഹിഡൻ ബൈ ദ റേഞ്ച് ടു ദ നോർത്ത്. വടക്കുള്ള ഒരു മലനിരയാൽ അവരുടെ ഗ്രാമം മറഞ്ഞിരുന്നു. ഫാർ ബിലോ റഷ്ഡ് ദ റിവർ, ഫാർ എബവ് സർക്കിൾഡ് എ ഗോൾഡൻ ഈഗിൾ. വളരെ താഴെയായി നദി ഒഴുകിക്കൊണ്ടിരുന്നു. വളരെ മുകളിൽ ഒരു സ്വർണ്ണ കഴുകൻ വട്ടമിട്ടു. ഡിഡ് യു ബ്രിങ് എനി ഫുഡ് ഫ്രം അങ്കിൾസ് ഹൗസ് ആസ്ക്ഡ് മണി. അങ്കിളിന്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കൊണ്ടുവന്നോ? മണി ചോദിച്ചു. നാച്ചുറലി സെഡ് ഗ്രാനി. ഐ ന്യൂ യു ഡിഡ് സോൺ ബി ഹംഗ്രി. ദർ ആർ പക്കോറാസ് ആൻഡ് ബൺസ് ആൻഡ് പീച്ചസ് ഫ്രം അങ്കിൾസ് ഗാർഡൻ. തീർച്ചയായും, മുത്തശ്ശി പറഞ്ഞു. നിനക്ക് പെട്ടെന്ന് വിശക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അമ്മാവൻ്റെ തോട്ടത്തിൽ നിന്നുള്ള പക്കോടകളും ബണ്ണുകളും പീച്ചുകളും ഉണ്ട്. ഗുഡ്, സെഡ് മണി, ഫോർഗെറ്റിംഗ് ഹിസ് ടയർഡ്നെസ്. വി വിൽ ഈറ്റ് ആസ് വി ഗോ അലോങ്. വി വിൽ സ്റ്റോപ്പ് വെൻ യു ആർ ടയേർഡ് ഗ്രാനി. കൊള്ളാം, മണി ക്ഷീണം മറന്നു പറഞ്ഞു. നമുക്ക് പോകുമ്പോൾ കഴിക്കാം. നിങ്ങൾ ക്ഷീണിക്കുമ്പോൾ നമുക്ക് നിർത്താം മുത്തശ്ശി. ഓ, ഐ ക്യാൻ വാക്ക് ഫോർ എവർ, സെഡ് ഗ്രാനി ലാഫിംഗ്. ബട്ട് നോട്ട് ഇഫ് ഇറ്റ്സ് റൈനിങ്. ദീസ് അംബ്രല്ല ലീക്സ് ബാഡ്ലി. ഓ, എനിക്ക് ഇനിയും നടക്കാൻ കഴിയും, മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ മഴ പെയ്താൽ നടക്കില്ല. ഈ കുട നന്നായി ചോരും. ഡൗൺ അഗെയിൻ ദേ വെന്റ് ആൻഡ് അപ്പ് ദ നെക്സ്റ്റ് മൗണ്ടെയിൻ ആൻഡ് ഓവർ ബെയർ വിൻഡ് സ്വെപ്റ്റ് ഹിൽ സൈഡ്സ് ആൻഡ് അപ്പ് ത്രൂ എ ഡാർക്ക് ഗ്ലൂമി ഡിയോഡർ ഫോറസ്റ്റ്. വീണ്ടും അവർ താഴേക്ക് പോയി. അടുത്ത മല കയറി. കാറ്റ് വീശുന്ന നഗ്നമായ കുന്നിൻ ചെരിവുകൾ കടന്ന് ഇരുണ്ട ദേവദാരു വനത്തിലൂടെ കയറി. ആൻഡ് ദെൻ ജസ്റ്റ് ആസ് ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക് ദേ സോ ദ ലൈറ്റ്സ് ഓഫ് മസൂറി ട്വിങ്ക്ലിംഗ് അഹെഡ് ഓഫ് ദം. പിന്നെ ഇരുട്ട് വീഴാൻ തുടങ്ങിയപ്പോൾ മസൂറിയുടെ വെളിച്ചങ്ങൾ അവരുടെ മുന്നിൽ മിന്നിമറയുന്നത് അവർ കണ്ടു. ആസ് ദേ കെയിം നിയറർ ദ ലൈറ്റ്സ് ഇൻക്രീസ്ഡ് അൺടിൽ പ്രസന്റ്ലി ദേ വർ ഇൻ എ ബ്രൈറ്റ്ലി ലിറ്റ് ബസാർ. അവർ അടുത്തെത്തുമ്പോൾ വെളിച്ചം കൂടിക്കൂടി വന്നു. അപ്പോഴേക്കും അവർ ഒരു പ്രകാശിതമായ ചന്തയിലായിരുന്നു. Jostled in the crowd, Granny kept one hand firmly on Mani's shoulder so that she did not lose him. തടിച്ചുകൂടിയ ആൾക്കൂട്ടത്തിനിടയിൽ മുത്തശ്ശി മണിയെ നഷ്ടപ്പെടാതിരിക്കാൻ അവൻ്റെ തോളിൽ ഒരു കൈ ഉറപ്പിച്ചു വെച്ചു. They asked around for the cheapest hotel, but there were no cheap hotels, so they spent the night in a ധർമ്മശാല adjoining the temple. ഏറ്റവും വില കുറഞ്ഞ ഹോട്ടൽ ഏതാണെന്ന് അവർ ചോദിച്ചു. പക്ഷേ വില കുറഞ്ഞ ഹോട്ടലുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഒരു ധർമ്മശാലയിൽ രാത്രി കഴിച്ചുകൂട്ടി. നെക്സ്റ്റ് മോർണിംഗ് അറ്റ് ദ ഐ ഹോസ്പിറ്റൽ they joined a long queue of patients. പിറ്റേന്ന് രാവിലെ കണ്ണാശുപത്രിയിൽ രോഗികളുടെ നീണ്ട നിരയിൽ അവർ ചേർന്നു. The eye specialist, a portly man in a suit and tie, dealt with the patients in a brisk but kind manner. സ്യൂട്ടും ടൈയും ധരിച്ച തടിച്ച കണ്ണ് വിദഗ്ധൻ രോഗികളെ വളരെ വേഗത്തിൽ എന്നാൽ ദയയോടെ കൈകാര്യം ചെയ്തു. After an hour's wait, Granny's turn came. 1 മണിക്കൂർ നീണ്ട കാത്തിരിപ്പിന് ശേഷം മുത്തശ്ശിയുടെ ഊഴമെത്തി. The doctor took one horrified look at Granny's glasses and dropped them in a waste basket. ഡോക്ടർ മുത്തശ്ശിയുടെ കണ്ണടയിലേക്ക് ഭീതിയോടെ ഒന്ന് നോക്കി. അത് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടു. Then he fished them out and placed them on his desk and said, "On second thought, I think I will send them to a museum. You should have changed your glasses years ago. They have probably done more harm than good." പിന്നെ അദ്ദേഹം അത് പുറത്തെടുത്ത് തൻ്റെ മേശപ്പുറത്ത് വെച്ചിട്ട് പറഞ്ഞു, രണ്ടാമതായി ആലോചിച്ചപ്പോൾ ഞാൻ കണ്ണട ഒരു മ്യൂസിയത്തിലേക്ക് അയച്ചാലോ എന്ന് കരുതി. നിങ്ങൾ വർഷങ്ങൾക്ക് മുൻപ് കണ്ണട മാറ്റേണ്ടതായിരുന്നു. അവ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്തിട്ടുണ്ടാകും. He examined Granny's eyes and said, "Your eyes are very weak, but you are not going blind. We will fit you up with a stronger pair of glasses." മുത്തശ്ശിയുടെ കണ്ണുകൾ പരിശോധിച്ച് അയാൾ പറഞ്ഞു, നിങ്ങളുടെ കണ്ണുകൾ വളരെ ദുർബലമാണ്, പക്ഷേ നിങ്ങൾ അന്ധനാകാൻ പോകുന്നില്ല. ഞങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ശക്തമായ ഒരു കണ്ണട തരാം. Then he placed her in front of a board covered with letters in English and Hindi, large and small, and asked Granny if she could make them out. എന്നിട്ട് അയാൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും വലുതും ചെറുതുമായ അക്ഷരങ്ങൾ കൊണ്ട് പൊതിഞ്ഞ ഒരു ബോർഡിന് മുന്നിൽ നിർത്തി. "I can't even see the board," said Granny. എനിക്ക് ബോർഡ് പോലും കാണാൻ കഴിയുന്നില്ല, മുത്തശ്ശി പറഞ്ഞു. "Well, can you see me?" asked the doctor. ശരി, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയുന്നുണ്ടോ?
ഡോക്ടർ ചോദിച്ചു. സം ഓഫ് യു സെഡ് ഗ്രാനി. നിങ്ങളിൽ ചിലത്, മുത്തശ്ശി പറഞ്ഞു. ഐ വാണ്ട് യു ടു സീ ഓൾ ഓഫ് മീ സെഡ് ദ ഡോക്ടർ. നിങ്ങൾ എല്ലാവരെയും കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഡോക്ടർ പറഞ്ഞു. ആൻഡ് ഹി ബാലൻസ്ഡ് എ വയർ ഫ്രെയിം ഓൺ ഗ്രാനീസ് നോസ് ആൻഡ് ബിഗാൻ ട്രൈയിങ് ഔട്ട് ഡിഫറെന്റ് ലെൻസസ്. മുത്തശ്ശിയുടെ മൂക്കിൽ ഒരു വയർ ഫ്രെയിം ബാലൻസ് ചെയ്ത് വ്യത്യസ്ത ലെൻസുകൾ പരീക്ഷിച്ചു തുടങ്ങി. സഡൻലി ഗ്രാനി കുഡ് സീ മച്ച് ബെറ്റർ. ഷീ സോ ദ ബോർഡ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ലെറ്റേഴ്സ് ഓൺ ഇറ്റ്. പെട്ടെന്ന് മുത്തശ്ശിക്ക് നന്നായി കാണാൻ കഴിഞ്ഞു. അവൾ ബോർഡും അതിലെ ഏറ്റവും വലിയ അക്ഷരങ്ങളും കണ്ടു. ക്യാൻ യു സീ മീ നൗ ആസ്ക്ഡ് ദ ഡോക്ടർ. എന്നെ ഇപ്പോൾ കാണാൻ പറ്റുമോ, ഡോക്ടർ ചോദിച്ചു. മോസ്റ്റ് ഓഫ് യു സെഡ് ഗ്രാനി ആൻഡ് ദെൻ ആഡഡ് ബൈ വേ ഓഫ് ബീയിങ് ഹെൽപ്ഫുൾ. There is quite a lot of you to see. നിങ്ങളിൽ മിക്കതും, മുത്തശ്ശി പറഞ്ഞു. എന്നിട്ട് സഹായകരമായ വിധത്തിൽ പറഞ്ഞു, നിങ്ങളിൽ ഒരുപാട് പേരെ കാണാനുണ്ട്. Thank you, said the doctor. And now turn around and tell me if you can see your grandson. നന്ദി, ഡോക്ടർ പറഞ്ഞു. ഇനി തിരിഞ്ഞു നിന്ന് നിങ്ങളുടെ പേരമകനെ കാണാൻ കഴിയുമോ എന്ന് പറയൂ. Granny turned and saw Mani clearly for the first time in many years. മുത്തശ്ശി തിരിഞ്ഞു നോക്കി. വർഷങ്ങൾക്കു ശേഷം ആദ്യമായി മണിയെ വ്യക്തമായി കണ്ടു. Mani, she exclaimed, clapping her hands with joy. മണി, അവൾ സന്തോഷത്തോടെ കൈകൊട്ടി വിളിച്ചു. How nice you look. What a fine boy I have brought up. But you do need a haircut and a wash and buttons on your shirt and a new pair of shoes. Come along to the bazaar. എത്ര സുന്ദരനാണ് നീ, എത്ര നല്ല ആൺകുട്ടിയെയാണ് ഞാൻ വളർത്തിയത്. പക്ഷേ നിനക്ക് മുടി വെട്ടണം, ഒരു കുളിയും വേണം, ഷർട്ടിൻ്റെ ബട്ടണുകളും വേണം, ഒരു പുതിയ ഷൂസും വേണം. ബസാറിലേക്ക് വാ. First have your new glasses made, said Mani, laughing. Then we will go shopping. ആദ്യം പുതിയ കണ്ണട വാങ്ങാം, മണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എങ്കിൽ നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. A day later they were in a bus again. Granny had a window seat and Mani sat beside her. ഒരു ദിവസം കഴിഞ്ഞ് അവർ വീണ്ടും ഒരു ബസ്സിൽ കയറി. മുത്തശ്ശിക്ക് ജനാലക്കരികിൽ സീറ്റുണ്ടായിരുന്നു. മണി അവളുടെ അരികിലിരുന്നു. He had new shoes and Granny had a new umbrella and they had also bought a thick woolen Tibetan pullover for Mani's father and seats and bulbs and a cowbell. അവന് പുതിയ ഷൂസും മുത്തശ്ശിക്ക് ഒരു പുതിയ കുടയും ഉണ്ടായിരുന്നു. മണിയുടെ അച്ഛന് വേണ്ടി അവർ കട്ടിയുള്ള ഒരു കമ്പിളി ടിബറ്റൻ പുള്ളോവറും വാങ്ങി. വിത്തുകളും ബൾബുകളും ഒരു കൗബെല്ലും ഉണ്ടായിരുന്നു. As the bus moved off, Granny looked eagerly out of the window. ബസ് നീങ്ങിയപ്പോൾ മുത്തശ്ശി ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. She could see many things that she hadn't seen for a long time. വളരെ കാലമായി കാണാതിരുന്ന പലതും അവൾക്ക് കാണാൻ കഴിഞ്ഞു. Distant villages, people working in the fields, milkmen on the road, 2 dogs racing along beside the bus, monkeys in the trees, and most wonderful of all, a rainbow in the sky. ദൂരെയുള്ള ഗ്രാമങ്ങൾ, വയലുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, റോഡിലെ പാൽക്കാർ, ബസ്സിനരികിലൂടെ ഓടുന്ന 2 നായകൾ, മരങ്ങളിലെ കുരങ്ങുകൾ, എല്ലാറ്റിനുമുപരി ആകാശത്ത് മഴവില്ല്. She couldn't see perfectly, of course, but she was very pleased with the improvement. തീർച്ചയായും അവൾക്ക് പൂർണ്ണമായി കാണാൻ കഴിഞ്ഞില്ല, പക്ഷേ പുരോഗതിയിൽ അവൾ വളരെ സന്തുഷ്ടയായിരുന്നു. Mani watched for a time and listened to her excited chatter. മണി കുറച്ചുനേരം അവളുടെ ആവേശകരമായ സംസാരം ശ്രദ്ധിച്ചു. Then his head began to nod. It dropped against Granny's shoulder and remained there, comfortably supported. പിന്നെ അവന് ഉറക്കം വന്നു തുടങ്ങി. അവൻ്റെ തല ആടിയുലഞ്ഞ് മുത്തശ്ശിയുടെ തോളിൽ വീണു. സുഖകരമായി താങ്ങി നിർത്തി. അവിടെ തന്നെ തുടർന്നു. The bus swerved and jolted along the winding mountain road, but Mani was fast asleep. ബസ് വളഞ്ഞു പുളഞ്ഞ മലമ്പാതയിലൂടെ കുലുങ്ങി, പക്ഷെ മണി ഗാഠനിദ്രയിലായിരുന്നു.